ഹലോ ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് രാത്രിയിൽ വാഴയിലയിൽ ദോശയും ചിക്കൻ പരട്ടും കിട്ടുന്ന നമ്മുടെ ഷാഹിദ ഇത്താറ കടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ കടയെന്ന് പറയുമ്പോൾ ഇത്തിരി ഫേമസ് ആയിട്ടുള്ള കടയാണ്. ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ചിക്കൻ പരട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചിക്കൻ പരട്ടൊന്ന് എങ്ങനെയാണെന്നൊന്ന് കഴിച്ചു നോക്കിയിട്ടൊന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് കുറേ കുട്ടികളും ഉണ്ട്, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത്താറോടൊന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ നമുക്കൊന്ന് എടുക്കാം. വാ, ഇവിടെ ഇത്ത നിൽക്കുന്നുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇതോ ഇവിടെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ? ദോശ, ചമ്മന്തി, രസവട, ഓംപ്ലേറ്റ്, പപ്പടം, ഇടിയപ്പം, ചിക്കൻ പരട്ട്, കട്ടൻ ചായ. ഇവിടുത്തെ ഇടിയപ്പവും ചിക്കൻ പരട്ടൊക്കെ ഫേമസ് ആണെന്ന് നമ്മൾ കേട്ടായിരുന്നു. വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്, വാങ്ങുന്നതൊന്നും അല്ല, നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കൊണ്ടുവരുന്നത്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വീട്ടിലൊരു ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാം വീട്ടിൽ നിന്നാണല്ലേ? ദോശ ഇവിടെ അങ്ങനെ. അപ്പോൾ നമുക്ക് ദോശയും ചിക്കൻ പരട്ടും ഒന്ന് എടുത്തോ കേട്ടോ. ഓക്കെ, അപ്പോഴും നമ്മുടെ ദോശയും ചിക്കൻ പരട്ടൻ്റെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. അതെ, നമ്മുടെ ദോശയും ചിക്കൻ പരട്ടും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വേണ്ട, നല്ല കിടിലൻ ചിക്കൻ പരട്ടാണ് തോന്നുന്നു. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദോശ ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് പിച്ചെടുത്തിട്ടാണ് ചിക്കൻ. നല്ല സോഫ്റ്റാണ് കേട്ടോ ചിക്കൻ, കണ്ട നല്ല സോഫ്റ്റാണ്. ഇങ്ങോട്ട് ചിക്കൻ പെരട്ട് കറിയിലോട്ടുണ്ട്, കുറച്ച് പെരട്ടിലോട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിയാം. കൊള്ളാം, അടിപൊളി ചിക്കൻ പെരട്ട് കേട്ടോ, സൂപ്പർ. നല്ല ടേസ്റ്റുണ്ട് ചിക്കൻ പെരട്ടിന്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റാണ്, എരിവൊക്കെ ആവശ്യത്തിനുള്ളൂ കേട്ടോ. അപ്പോഴും നമുക്കൊന്ന് ചിക്കൻ പെരട്ട് നല്ല ടേസ്റ്റാണ്, കഴിച്ചു നോക്കട്ടെ. അത് മാത്രമായിട്ടുണ്ടേ, വാ, അടിപൊളി, മൊത്തത്തിൽ അടിപൊളി കേട്ടോ. എല്ലാ ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. കുരുമുളകൊക്കെ ആവശ്യത്തിന്, എല്ലാ ആവശ്യത്തിനാണ്. ഞാൻ പറഞ്ഞില്ലേ, എരി വരെ ആവശ്യത്തിനാണ്. നമുക്ക് കറക്റ്റായിട്ട് അത് ടേസ്റ്റ് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. നല്ല രീതിയിലാണ് ഇത്ത വെച്ചേക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് ഫേമസ് ആയത്, ഇവിടുത്തെ ചിക്കൻ പെരട്ട്. അതും ദോശയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഇടിയപ്പം കൂടെ ഉണ്ട്. നമുക്ക് ആ 2 ദോശ കഴിഞ്ഞതിന് ശേഷം ഒരു ഇടിയപ്പം കൊണ്ട് മേടിക്കാം. വെറുതെ എല്ലാവരും പറയാം ഇവിടുത്തെ ചിക്കൻ പെരട്ട് അടിപൊളിയാണ്. അതും നമ്മുടെ രാത്രി വാഴയിലയിൽ കഴിക്കുന്നതിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണ് കഴിക്കാൻ തട്ടുകടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. വേണ്ട, ആളൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചിക്കൻ പെരട്ടും ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. തിരുവനന്തപുരം സിറ്റിക്കകത്ത് കണ്ട ഇതുപോലൊരു ചിക്കൻ പെരട്ട് ഞാൻ വേറെ കഴിച്ചിട്ടില്ല. അടിപൊളി ചിക്കൻ പെരട്ട്, അടിപൊളി കേട്ടാ. ചുമ്മാ പൊക്കി പറയണല്ല, അടിപൊളി, നന്നായിട്ടുണ്ട്. ഞാൻ ചുമ്മാ തള്ളു പറയണല്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചു നോക്കുക, അടിപൊളി ചിക്കൻ പെരട്ട്. ഇതാണ് ചിക്കൻ പെരട്ട്, ഇങ്ങനെയാണോ വയ്ക്കാൻ, സൂപ്പർ. ഇനി ഇതൊന്ന് കഴിച്ച് ദോശ കൊണ്ട് കഴിച്ചിട്ട് നമുക്കിനി ഇടിയപ്പം കൂടെ മേടിക്കാം. ഇടിയപ്പം കൂടെ ട്രൈ ചെയ്യാം. ഇവിടുത്തെ ഇടിയപ്പം ഒത്തിരി ഫേമസാണ്. അപ്പോൾ അതായത് ഹാഫ് ചിക്കൻ പെരട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് കഴിച്ചത് വേണ്ട, ഇനിയും ഉണ്ട്, ഇത്രയും ഉണ്ട്. ഇനി ഇടിയപ്പത്തിനും കൂടെ വേണം. നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ, നല്ല ക്വാണ്ടിറ്റിയിലായിരുന്നത് ഇത്രയും ചിക്കൻ പെരട്ട്. അപ്പോൾ ഇനി ദോശ വേണ്ട കഴിയാൻ പോകുന്നു. ഇനി ഇടിയപ്പം കൂടെ മേടിക്കണം. ഇതാ 2 ഇടിയപ്പം. ഓക്കെ, ഒന്നുകൂടെ മതി. ആണ്ടേ ഇടിയപ്പം നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പമാണ്. നമ്മളൊന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ അങ്ങ് വരും. അടിപൊളി സാധനം. അതൊക്കെ ഇടിയപ്പം. ഇതാണ് ഇവിടുത്തെ ഇടിയപ്പം ചിക്കൻ പെരട്ടൊക്കെ ഫേമസ് ആയിട്ടുള്ളത്. കൊള്ളാം കേട്ടോ. ഇവർ വീട്ടിൽ നിന്നൊക്കെ വെച്ചുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. അൺഹെൽത്തി ആയിട്ടൊന്നും നമുക്കില്ല, അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. ഇടിയപ്പം ചിക്കൻ പെരട്ടൂടെ കഴിച്ചു നോക്കാം. ഇടിയപ്പം അടിപൊളി. ചിക്കൻ പെരട്ട് അതിനെക്കാട്ടി കിട്ടില്ല. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെടും എനിക്ക്. നമ്മൾ ഈ വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അത് ഇതിലുണ്ട്, ആ ഒരു ഗുണം ഇത് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇടിയപ്പം ഇത്തിരി വലിയ ഇടിയപ്പമാണ് കേട്ടോ. കഴിച്ച് ചേർക്കാൻ കുറച്ച് ടൈം എടുക്കും. കണ്ട ചിക്കൻ്റെ നല്ല സോഫ്റ്റ് പീസസാണ്. എന്തോ സോഫ്റ്റ്, എടുക്കുമ്പോൾ തന്നെ അങ്ങ് പിച്ചഞ്ഞ് വരിക. നമ്മൾ സിറ്റിക്കകത്ത് തന്നെ എത്രയോ വലിയ കടകളിൽ കയറുന്നു,
അതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്കി. ഇതുപോലുള്ള സാധാരണപ്പെട്ട കൊച്ചു കടകളിൽ തട്ടുകളിലൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇവിടുത്തെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വിശ്വാസമാണ്. ഇവിടേക്ക് ഒന്ന് കഴിക്കാൻ. ഇവിടെ വന്ന് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയണം. കാരണം ഞാൻ ചുമ്മാ പറയുന്നില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡാണ്. അയ്യോ, ഇടിയപ്പത്തിൻ്റെ ഭയങ്കര ക്വാണ്ടിറ്റി കേട്ടോ. സാധനം ഇത്രയേ ഉള്ളെങ്കിലും നല്ല ക്വാണ്ടിറ്റിയാണ് മൊത്തത്തിൽ. അതായത് ഇടിയപ്പത്തിൻ്റെ സൈസ് ഞാൻ പറഞ്ഞ ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇതും കൂടെ അങ്ങ് വേണ്ട ഫുള്ളങ്ങ് ചുരുട്ടി അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ നമ്മളെ ഇടിയപ്പവും ചിക്കൻ പെരട്ടും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ വയറ് നിറഞ്ഞ്. ഇനി നമുക്ക് ഒരു കട്ടൻ കൂടെ അങ്ങ് കുടിക്കാം. ഇത്താ ഒരു കട്ടൻ. എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഓക്കെ, ദേ ഈ രാത്രി സമയത്തൊക്കെ വാഴയിലയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ കൂടെ ഒരു കട്ടനും കൂടെ ഉണ്ടെങ്കിലേ അതൊരു ഫീലാണ്. അതുകൂടെ കുടിക്കുമ്പോൾ ഒരു ആശ്വാസമാണ് നമുക്ക്. ഒരു പ്രത്യേക ഫീലാടേ. ഈ സമയത്തൊക്കെ ഇപ്പോൾ കാറ്റുണ്ട്, മഴ പെയ്യുന്നതോ. ഈ സമയത്തൊക്കെ നമ്മൾ ചായക്കാട്ടി കുറച്ചുകൂടെ നല്ലത് കട്ടന. എന്നാലേ നമുക്കൊരു ഉണർവ് എന്താണ് പറയേണ്ട, ഒരു ഉന്മേഷമൊക്കെ കിട്ടത്തുള്ളൂ. സൂപ്പർ. അപ്പോൾ അതേ നമ്മുടെ കടയിൽ കുറച്ച് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ചാൽ എല്ലാവരും അതുപോലെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇരുന്ന് കഴിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ചേട്ടനുണ്ട്, നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കി അവിടുത്തെ ഫുഡ്. ചേട്ടൻ്റെ പേരെന്താ? പ്രതീഷ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ താമസിക്കുന്നത് കവടിയാറാണല്ലേ. എന്ത് ചെയ്യുന്നു? മാർക്കറ്റിംഗ് കമ്പനിയിലാണ്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ടാണോ കഴിക്കാൻ വന്നത്, സ്ഥിരമായിട്ടാണോ? ഇതിപ്പം ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത് വന്നുകൊണ്ട് ഇപ്പം പോകുന്ന നേരത്തെ ഒന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടി വന്നത്. അങ്ങനെ കഴിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ട് ചേട്ടാ? ഫുഡ് കഴിച്ചതിൽ വളരെ നന്നായിട്ടുണ്ട്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് ഒരു വാഴയിലയാണ്. വാഴയില കാരണം സാധാരണ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറാണ്. അതെ, തീർച്ചയായിട്ടും. ഈ കാലത്ത് മിക്കുള്ള സ്ഥലത്തും പ്ലാസ്റ്റിക്കാണ്. ഇവിടെ ഒരു വാഴയില എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അതൊരു നല്ലൊരു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, തീർച്ചയായിട്ടും. വാഴയില ഉള്ള സ്ഥലത്ത് നമ്മൾ കൂടുതലും ഇങ്ങനെ കഴിക്കാൻ ചെല്ലത്തുള്ളൂ. ദോശയാണോ കഴിച്ചത്? ഞാൻ ദോശയും പടയും നമ്മുടെ ഓംലെറ്റ് കഴിച്ചത്. എങ്ങനെയുണ്ട് ദോശയൊക്കെ? ദോശയൊക്കെ നന്നായിട്ടുണ്ടല്ലേ. കറിയൊക്കെ എങ്ങനെയുണ്ട്? കറിയൊക്കെ വളരെ നമുക്ക് നോർമലായിട്ട് ഒരു തട്ടുദോശ അങ്ങനെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ്. നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കിടിലമാണ്. ഓക്കെ, അപ്പം ബാക്കി ഫിനിഷ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഏട്ടാ. അപ്പോൾ അതെ, അടുത്ത ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചേട്ടൻ്റെ കൂടെ ഇവിടുത്തെ ഫുഡിൻ്റെ വിശേഷമൊക്കെ ഒന്ന് ചോദിക്കാം. വാ ചേട്ടോ. ഇരിക്കണേ. ചേട്ടൻ്റെ പേരെന്താ? അലക്സ്. ഇവിടെ അടുത്താണോ? അതെ, അടുത്ത താമസം. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ വേറ്റിക്കോണം, 1 കിലോമീറ്ററിനകത്ത്. വേറ്റിക്കോണല്ലേ. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമറാണോ? ഞാൻ 8 വർഷമായിട്ടും ഇവിടെ തന്നെ സ്ഥിരമായിട്ട്. 8 വർഷമായിട്ട് വരെയാണ്? അതെ, 8 വർഷം കൊണ്ട് വരുന്ന കസ്റ്റമറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഫുഡിനെ പറ്റി പറയാൻ നല്ല രീതിയിൽ ഒന്ന് പറയാൻ പറ്റും. അന്ന് തൊട്ട് ഇന്ന് വരെയും എങ്ങനെയുണ്ട് ഇവിടുത്തെ? അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരു കുഴപ്പമില്ല, നല്ല ആഹാരമാണ്. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട്, വീട്ടിലത്തേക്ക് വാങ്ങിയും പോകാറുണ്ട്. വീട്ടിലത്തേക്ക് മേടിക്കാറുണ്ട്. ഓക്കെ. ദോശയൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? ദോശ അമ്മ സ്വന്തമായി അവിടെ മാവ് മേടിക്കുന്നതല്ല, അമ്മ തന്നെ ആട്ടി ഉണ്ടാക്കുന്നത്. വീട്ടിൽ തന്നെ ഉമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരു കുഴപ്പമില്ല, നല്ല ആഹാരമാണ്. ഒരു മായവും ഇല്ലാത്ത അതെ നല്ല ഫുഡാണ്. വീട്ടിലുണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നതല്ലേ. പിന്നെ അതിനെക്കാട്ടി ഒരു ഉപരി എന്ന് പറയുമ്പോൾ വാഴയിലാണ് ഇത് കിട്ടുന്നത്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം വേറൊന്നുമില്ല, ചുരുക്കം ചില കടകളിലേ ഉള്ളൂ ഇപ്പം വാഴയിലേക്ക് രാത്രി തട്ട് ദോശ കൊടുക്കുന്ന. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ശരിക്ക് അല്ലേ ചേട്ടാ, പണ്ടൊക്കെ ആണെങ്കിൽ ശരിക്ക് വാഴയിലൊക്കെ ചെലവല്ലേ. ഒരു 2 രൂപ ചെലവല്ലേ വാഴയില എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു ഉന്മേഷം. അതെ. പിന്നെ എങ്ങനെയുണ്ട് കറികളൊക്കെ? എങ്ങനെയുണ്ട് ചേട്ടാ? രസം അവിടെ എല്ലാം? അമ്മ ആദ്യം ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് അങ്ങ് നിർത്തി. ഇന്ന് ചിക്കൻ ഉണ്ട്, ഇപ്പൊ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. രസം അവിടെ പറ്റി എന്താണ് പറയാനുള്ളത്? എങ്ങനെയുണ്ട് രസം? അവിടെ കൊള്ളാം. അമ്മ തന്നെയാണ് അവിടെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നതാ. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി രസമാണല്ലേ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിൽപ്പുണ്ട്. ഇത്താരോട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഷാഹിദ ഇത്താരാന്റെ ചിക്കൻ പെരട്ടും ദോശയും ഇടിയപ്പും എല്ലാം ഇവിടെ ഫേമസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ ഫുഡിന് ഇതുവരെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാം വീട്ടിൽ നിന്ന് റെഡി ആയിക്കൊണ്ട് വരുന്നതാണ്. വീട്ടിൽ നിന്ന് റെഡി ആയിക്കൊണ്ട് വരുന്നത് ശരിയാ, നേരത്തെ പറഞ്ഞതാ. വീട്ടിൽ നിന്ന് റെഡി ആക്കിക്കൊണ്ട് തന്നെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. ഇവിടെ ലൈവായിട്ട് ദോശയും ഓംലേറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വീട്ടിൽ നിന്ന് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. 8 വർഷമായി ഞങ്ങളിവിടെ സ്ഥാപനം തുടങ്ങിയിട്ട്. 8 വർഷം കൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരം അന്ന് മുതലേ കഴിക്കുന്ന കസ്റ്റമറുണ്ട്, 8 വർഷം കൊണ്ട് വരുന്നവരുണ്ട്. പിന്നെ കസ്റ്റമർ വരുന്ന അവരുടെ മനസ്സും വയറും നിറയണം, നമ്മളെ ലാഭത്തേക്കാൾ ഉപരി. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് ലക്ഷ്യം, അങ്ങനെയാണ് വേണ്ടത്. അതാണ് നമുക്ക് എന്താണ് നമുക്ക് തന്നെ ഒരു സംതൃപ്തി വരുന്നത് തന്നെ. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഇടിയപ്പവും ചിക്കൻ പരോട്ടാണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ ദോശ, ചമ്മന്തി, രസവട, ഓംലേറ്റ്, പപ്പടം, കട്ടൻ ചായ. ഓക്കെ. പിന്നെ ഇവിടെ വേറെ രാവിലെ ഒന്നുമില്ലല്ലോ, വൈകുന്നേരം 6:30 സ്റ്റാർട്ട് ചെയ്യും, മാക്സിമം 10:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇത് പിന്നെ എന്നും ഉണ്ടല്ലോ കട? എല്ലാ ദിവസവും ഉണ്ട്. ഞായറാഴ്ചയുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അവധി ഇല്ല. എന്തേലും ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അടയ്ക്കേണ്ടി വന്നാൽ ഞങ്ങൾ അടയ്ക്കുമെന്നല്ലാതെ ബാക്കി എല്ലാ ദിവസവും ഓക്കെ. ഞായറാഴ്ച ഉണ്ട് അപ്പോഴും? ഞായറാഴ്ച ഉണ്ട്. പിന്നെ ഇവിടെ എന്നും വാഴയിലയിലാണോ? വാഴയിലയിലാണ് കൊടുക്കുന്നത്. വാഴയിലയിൽ കൊടുക്കണേണ്ട തന്നെ അത് ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ആരായാലും വന്ന് മേടിച്ച് കഴിച്ചു പോകും അല്ലേ എത്താ? വാഴയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ വാഴയില ഉണ്ടല്ലോ അപ്പം ഞാൻ പോയി കഴിക്കും. പിന്നെ ഇവിടെ സഹായത്തിന് കൂടെ ആരൊക്കെ? പ്രത്യേകിച്ച് ആരും ഇല്ല. ഇത് ഹസ്ബൻഡാണ്, പുള്ളി മാത്രമേ ഉള്ളൂ. പുള്ളി സുഖമില്ലാത്തതുകൊണ്ട് പുള്ളിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്തത് കാരണം പുള്ളിക്ക് വാദത്തിന്റെ അസുഖം വന്നതാണ്, ആമവാദം. അപ്പോൾ കൈ ഇങ്ങനെ ആയതുകൊണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത് പരാജയപ്പെട്ടതാണ്. അവസാനമാണ് ഞങ്ങൾ കാച്ചാണിയിൽ സ്റ്റേഷനറി കട തുടങ്ങിയായിരുന്നു. പിന്നെ അത് ബേക്കറി ആയിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ നെട്ടയത്തൊരു പച്ചക്കറി കട തുടങ്ങിയായിരുന്നു. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കട തുടങ്ങിയായിരുന്നു. അപ്പോൾ എല്ലാം പരാജയപ്പെട്ടു. ലാസ്റ്റിന് നമുക്ക് മുതൽ മുടക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവസാനം ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അതിപ്പോൾ 8 വർഷമായി ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇതൊക്കെ. പരാജയം വേണം ജീവിതത്തിൽ പരാജയം ഉണ്ടെങ്കിൽ അവസാനം ഒരു വിജയം. എല്ലാവർക്കും അതാ വിജയം കാണത്തുള്ളൂ അല്ലേ എത്താ? വിജയിച്ച് മുന്നോട്ട് തന്നെ പോകും കേട്ടോ, ധൈര്യമായിട്ടിരിക്കും. അപ്പോൾ വേറൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഷാഹിദ ഇത്തയും അൻസാർ ഇക്കായും കൂടെ ഇത്രയും 8 വർഷമായി കട തുടങ്ങിയിട്ട്. അപ്പം ഇന്നത്തെ സർപ്രൈസ് ഒന്നും വേറെ ഒന്നുമല്ല, അവരിന്നാണ് കടയ്ക്കൊരു പേരിട്ടത്. കടയുടെ പേരാണ് മാമൂസ് തട്ടുകട. ഇത് മാമൂസ് തട്ടുകട എന്നിട്ട് കാരണം എന്താ? അല്ല, ഞങ്ങൾക്ക് ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ ലൈസൻസ് എടുക്കുമ്പം നമുക്ക് കടയ്ക്കൊരു പേര് വേണം. അന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു പേര് പറഞ്ഞു കൊടുത്തേ പറ്റൂ. അപ്പൊ എന്റെ മോളുടെ പേര്, മോളെ ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മാമൂസ്. മോളുടെ പേരാണ് കേട്ടോ. അപ്പൊ അത് കാരണം ഒരു പേര് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ ഇതേവരെ കടയ്ക്ക് പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇത് ഇട്ടപ്പോൾ നിങ്ങളൊരു നിമിത്തം പോലെ വന്നു. അത് തന്നെ വലിയ ഭാഗ്യം. അപ്പോഴേ എല്ലാരും കാണുക, അതാണ് നമ്മുടെ തട്ടുകടയുടെ പേര്, മാമൂസ് തട്ടുകട. എവിടെയാണ്? നമ്മളെ മുക്കോലയുള്ള കടയാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ കട ഒരു വലിയ കടയായി മാറട്ടെ. ഓക്കെ ഇത്തയ്ക്കും ഇക്കയ്ക്കും ആശംസ. ഓക്കെ, നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദോശയും ചിക്കൻ പരട്ടും ഇടിയപ്പം എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഇത്ത എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ കാര്യം ഇത്താരുടെയും ചോദിച്ചു, നമ്മുടെ കസ്റ്റമേഴ്സിനോട് എല്ലാവരുടെയും ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും മികച്ച അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ കൊച്ചു തട്ടുകടയെ പറ്റി. അപ്പോൾ ഞാനിത് വെറുതെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് ഒന്നുമല്ല. നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് കഴിച്ചു നോക്കണം ഇവിടുത്തെ ഭക്ഷണം നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമുക്ക് ടേസ്റ്റ് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ നിന്നാണ് എല്ലാം ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം. നിങ്ങളിവിടെ ഒന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് ബാക്കി പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്തായാലും നിങ്ങൾ പറയണം കഴിച്ചു നോക്കിയിട്ട്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെട്ടയം മുക്കോല റോഡിൽ വിനായക ഹോണ്ടയുടെ ഓപ്പോസിറ്റുള്ള മാമൂസ് തട്ടുകടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.